ഞാൻ ഈ ഇപ്പോൾ വായിനോട്ടം ഞാൻ നിർത്തി. മറ്റേ ഞാൻ വായിനോട്ടമായിരുന്നു ഫുൾ ടൈം. ബിക്കോസ് വാട്ട് ദ ഗേൾസ് വേ യുനോ അത് ഞാൻ എപ്പോഴും ഇറ്റ് വാസ് ഇൻ മൈ ലുക്ക് ഔട്ട്. ഇപ്പം നോക്കാനൊന്നുമില്ല. യൂണിവേഴ്സ് ഇസ് ഓൾ ദ സെയിം. എല്ലാം ഒറ്റ വണ്ടിക്ക് കെട്ടിയാൽ വലിച്ചാൽ അങ്ങ് പോകും. ഡൽഹി പണ്ട് ഫുൾ ഓഫ് സ്റ്റോൺസ് ആയിരിക്കും. കൽക്കട്ട വിൽ ബി മൾട്ടി ലെയേർഡ് ആൻഡ് മൾട്ടി കളേർഡ് വിത്ത് ഗോട്ടാപതി എന്ന് പറഞ്ഞാൽ ലൂറെക്സ് ഒക്കെ വെച്ചതൊക്കെ ആയിരിക്കും അവർക്ക് വേണ്ടിയത്. മൾട്ടി കളറായിരിക്കും അവർക്ക് വേണ്ടിയത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെയറിങ് ഓഫ് ദ സാരി അവർ എൻജോയ് ചെയ്യും. ഇതൊന്നുമല്ല ബോംബെ ലിറ്റിൽ ഹെപ്പ് ആൻഡ് അതർവൈസ് നല്ല രീതിയായിരിക്കും ബോംബെ. നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉടുത്ത പടം മാത്രമേ അങ്ങനത്തെ പടം റെഫറൻസ് കൊണ്ടുവന്നേ നമ്മൾ ചെയ്യും. ബാക്കി തെലുങ്കുകാരാണെങ്കിൽ പറയും നേരത്തെ ഉടുത്ത ഒന്നും വേണ്ട, പുതിയ ഫാഷൻ വേണം എന്ന്. അപ്പോൾ ഒരു രസമുണ്ട്, പുതിയ നോക്കി പോയാൽ മതി. അത് പറ്റത്തില്ല. പുതിയത് കാണിച്ച പറയും ഇല്ല എനിക്ക് അതേ ലൈറ്റ് ലവാൻഡർ അങ്ങനെ തന്നെ വേണം, ലൈറ്റ് പിങ്ക് അങ്ങനെ തന്നെ വേണം, അല്ലെ മെറൂണ് അങ്ങനെ തന്നെ വേണം. ഐ ഡോണ്ട് വോണ്ട് ദ ജെറി ടു ബി സീൻ, ഐ ഡോണ്ട് വോണ്ട് എനി ജെറി ഓൺ ദ ബോഡി. ബട്ട് അപ്പോൾ താനും വേറെ ഒരാളും തമ്മിൽ എന്ത് വ്യത്യാസം? കല്യാണത്തിൽ വരുന്ന ആളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുത്ത് ഇറ്റ് ടേക്സ് എ വൈൽ. ലിമിറ്റഡ് ഫാഷൻ. ആൻഡ് ഇപ്പോഴും ഞാനും എൻ്റെ ഹെഡ് ഡിസൈനർ ജോബിനും ആൻഡ് we are worried that we are in Kerala. ഞങ്ങൾക്ക് ജോബിനെ ഇപ്പം മനസ്സിലായോ? എവറി അതർ ഇയർ ഐ ആസ്ക് ഹിം ബിക്കോസ് ഹി വാസ് വർക്കിംഗ് ഇൻ ഡൽഹി, ഹി വാസ് വർക്കിംഗ് ഇൻ ദുബായ്. ഇൻ്റർനാഷണൽ ഡിസൈനേഴ്സിനൊക്കെ അവനറിയാം. ഡൽഹിയിലെ സാബേസാച്ചി എല്ലായിടത്തും അവൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അപ്പോൾ നമ്മുടെ കഴിവ്, നമ്മുടെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഹെവി സാരി, ഹെവി ലെഹങ്ക ഒക്കെ ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അംബാനി സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ മലയാളിയിൽ 10 പേര് പോലും കാണത്തില്ല ഞങ്ങളുടെ കഴിവെടുക്കാൻ എന്ന് പറഞ്ഞാൽ യു ആർ ലൂസിങ് അസ്. ഇറ്റ്സ് ഓക്കെ, ചലത്തായ. ബിക്കോസ് ഞങ്ങളുടെ കഴിവെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമ്മതിക്കണം. ഒരളവ് വരെ നോക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അടുത്തടുത്തോട്ട് നിങ്ങൾ മാറും. ഒന്നുമല്ല. വി ആർ ഫാർ ബെറ്റർ ദാൻ എനിബഡി ആൻഡ് എവറിബഡി ഇൻ ദ ഫാഷൻ വേൾഡ് ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. മലയാളികൾ റിസപ്റ്റീവ് അല്ലാതെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്പം സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്? ഈ കൺസ്യൂമർ ലെവൽ ഇപ്പം ഇങ്ങനെയാണ്, ഒരു ട്രെൻഡ്സും എടുക്കുന്നില്ല പറയുന്നത്. അവർക്ക് ആ ഒരു മൈൻഡിൽ ഓൾറെഡി ഇതുണ്ട്, എനിക്കിതാ വേണ്ടുന്നത്. സോ ഹൗ യു മാനേജ്? We are there, no? Still alive, no? You are worried that we are alive? It seems as though. What's your good name? What's your good name? She's asking for this. I mean, see, അത് അങ്ങനെയല്ലല്ലോ. We have got a department called, we have to play according to the market. We have got a department called Celeste which makes white gowns. We are doing extremely well. അപ്പോൾ അടുത്തുള്ളവരെല്ലാവരുടെയും വെള്ള ഒന്ന് ചാഞ്ഞു, ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് വേണ്ട രീതിയിലൊക്കെ ബോളിട്ട് അടിച്ചു കൊടുക്കും. സമയം കിട്ടണം, സ്ഥലം കിട്ടണം, സൗകര്യം കിട്ടണം, അങ്ങനെയൊക്കെയുണ്ട് പലതും. We have a new department called Celeste. We have a department called Young, now which plays with all the college fashions. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും നല്ല ഹെവി മെറ്റീരിയൽ, നല്ല like a 350, 550 for good rates. I have got tops and stuff which lasts long. ഇപ്പം നിങ്ങൾ ജനറൽ കടയിൽ നിങ്ങൾ പോയി വാങ്ങിച്ചാൽ യു വിൽ ബി വൺ അമംഗ്. എനിക്ക് സ്റ്റേജിൽ കണ്ടാൽ അറിയാം ഇത് ഏത് ബ്രാൻഡിൽ നിന്ന് വന്ന ഡ്രസ്സാണെന്ന് ഞാൻ പറയും സ്റ്റേജിൽ. ദിസ് പീപ്പിൾ കം ഫോർ അവാർഡ്സ്, യു വിൽ നോ ഈ ഗേൾ ഏത് കടയിലാണ് ഇട്ടിരിക്കുന്നത്. അവർക്ക് തന്നെ അറിയാം. യു വിൽ ബി ബ്രാൻഡഡ് ഇൻ ദ കോളേജ് ഓൾസോ. കോളേജിൽ പോകുന്ന പിള്ളേർ വല്ലതും ഉണ്ടോ? അങ്ങനെ ഗ്രൂപ്പായിട്ട് അറിയാം. ഇത് ഇന്ന സ്ഥലത്ത് നിന്നാന്ന് അറിയാം. അങ്ങനെയൊന്നും അല്ല. ഇപ്പം ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുത്താൽ യു വോണ്ട് നോ ബിക്കോസ് യു വിൽ ബി യുണീക്ക്. And your cloth will stand a little longer. 2, 3, 4, 5 കൊല്ലം നിന്നൊന്ന് വരാം. മറ്റേ ത്രോയവേ അല്ലേ വരുള്ളൂ. ഇനി കല്യാണം ഞങ്ങളെപ്പോലെ അവസാനം എന്തൊക്കെ പോയി നിരങ്ങിയാലും ചീമാട്ടി വന്നാലേ ലാസ്റ്റ് തൃപ്തിയാവുള്ളൂ എന്നുള്ള ഡയലോഗ് ഈസ് യൂണിവേഴ്സൽ. അതുമായി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഈ മാനുഫാക്ചറേഴ്സാണ് ഓൺലൈനിൽ കിടക്കുന്നതൊക്കെ വിശ്വസിക്കുന്ന മാതിരി നിങ്ങൾ ഈ മുളയ്ക്കുന്ന കൂണുകൾക്ക് വിശ്വസിക്കുക. പണ്ട് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ഒരു കുട്ടി വന്ന് ഒരു ഹാഫ് സാരിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെ കാണിച്ചു കരച്ചിൽ വന്നെന്നേ പറയാനൊക്കെ ഉള്ളൂ. ഇന്നലെ 10 വർഷം മുന്നേ ഒരു ലീല ലേസ് വെച്ചിട്ട്, ലീല ലേസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? സാധാരണ ലേസ്, ലീല ലേസ് വെച്ചിട്ട് ഒരു ധാവണി ഉണ്ടാക്കി. ഇറ്റ് വാസ് ലുക്കിംഗ് നോട്ട് ഗുഡ്. അപ്പോൾ അത് മതി ട്രിവാൻഡ്രംകാർക്ക്.
ലോക്കലിലുള്ള ഒരു പെണ്ണ് എന്തെങ്കിലും കുത്തി കൊടുക്കും. സ്കാറ്റർ ആയിരുന്നു നമ്മുടെ ഡിസൈൻ. അത് മാറ്റാൻ ഞാൻ ഐ ടുക്ക് 5 to 6 years. സ്കാറ്റർ കുത്തിട്ട് കഴിഞ്ഞാൽ അതാണ് എംബ്രോയിഡറിയുടെ മകുടെ ഉദാഹരണം ആണേ. ഞാൻ പറഞ്ഞാൽ ഇതിന് തലച്ചിട്ടേ ഉള്ളൂ. ഞാൻ 300 രൂപ സ്കാറ്റർ അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ കേരളത്തിൽ എന്തിനും എവിടെ തൊട്ടാലും സ്കാറ്റർ കിട്ടും നിങ്ങൾക്ക്. ആണേ സ്കാറ്ററാണ് ഫാഷൻ, വേറൊന്നും അറിയത്തില്ല. അപ്പോൾ അത് കുത്താനേ ഇവിടെ ഈ ഓരോരുത്തരും അടുത്തിരിക്കുന്ന തയ്യക്കാരനും അത്ര അറിയത്തുള്ളൂ. 4-5 കുത്ത് ഇവിടെ അടുപ്പിച്ച് കുത്തുക, ഇവിടെ മാറ്റി കുത്തുക. ജോബിനെ സ്കാറ്റർ ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. എൻ്റെ ടീം വിൽ നോ. I took an effort to also get it stopped. സർദോഷി എന്നാ, എംബ്രോയിഡറി എന്നാ എന്നൊന്നും ഇവർക്ക് അറിയില്ല. കട്ട് വർക്ക് എന്നാ ഇതൊന്നും ഇവർക്ക് അറിയില്ല. അറിഞ്ഞാലും പൈസ തരാൻ റെഡിയല്ല. ഇത് പലതുകൊണ്ട് ലണ്ടനിൽ നിന്ന് വന്ന ഒരാൾക്ക് ഞാൻ ചിക്കൻ വർക്ക്, ചിക്കൻ കട്ട് വർക്ക് പല്ലോ ഡിഡ് ഫോർ 40,000. അതൊക്കെ ടുക്ക് ആൻ എഫേർട്ട്. അപ്പോൾ വേണ്ടിയവർ വന്നാൽ ചെയ്തു കൊടുക്കും. നിങ്ങൾ ബ്രാൻഡിനെ കുറച്ചുകൂടി വിശ്വസിച്ച് മുന്നോട്ട് വന്നാൽ ദ ബ്രാൻഡ് വിൽ ഡാൻസ് വിത്ത് യു ലൈക്ക് നോബഡി എൽസ്. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ കാണും, പക്ഷേ വിത്ത് കുറ്റം ആൻഡ് തെറ്റ് അങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ലൈക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആരും ഫങ്ഷൻ ചെയ്ത് പോകാൻ ഒക്കത്തില്ല. ദർ ആർ സോ മെനി റീസൺസ് ഫോർ ദാറ്റ്. ഉള്ള തെറ്റും കുറ്റം വെച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നാൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടാവുന്നതിൻ്റെ ഒത്തിരി ഒന്ന് വിശ്വസിച്ച് നിൽക്കണം. ആ പട്ടുസാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേ വരത്തുള്ളൂ. ദർ ഇസ് നോ അതർ സൊല്യൂഷൻ. ദേ ഹാവ് ടു കം. പിന്നെ മലയാളീസ് ഞടങ്ങി ഞങ്ങളുടെ അടുത്ത് ഡ്രസ്സ് ചെയ്തിട്ട് പോയവരൊക്കെ റിപ്പീറ്റ് വരുന്നുണ്ട്. പിന്നെ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഐ എം വിത്ത് ദം ഫോർ എവറിത്തിങ്. ചട്ടയും മുണ്ടും 10,000 രൂപയ്ക്ക് വേണമെന്ന് വന്ന് ഒരു പത്തനംതിട്ടക്കാരന് വേണ്ടി ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ കടയുടെ 3 ഫ്ലോർ ഓടിക്കഴിഞ്ഞാൽ അവസാനം ചോദിച്ചു എൻ്റെ അടുത്ത് എൻ്റെ ഡിസൈനർ ചോദിച്ചു, എന്തിനാ മാഡം ഈ 10,000 രൂപയ്ക്ക് ഇത്ര നേരം ഓടിയത്? ഒരു ജോബിന് ഇറ്റ്സ് നോട്ട് ദ മണി, ഇറ്റ്സ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അവർ തിരിച്ചു വന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഐ നോ വൈ ഡിഡ് യു ഡു ദാറ്റ് എന്ന് ഇപ്പം അയാൾ പറയുന്നുണ്ടായിരിക്കും. 20,000 രൂപയ്ക്ക് ബനാറസി സർദോഷി ബോർഡർ വേണമെന്ന് ഒരു കസ്റ്റമർ. ഐ നോ ദ പ്ലേസ് ഫ്രം വേർ ഷി കംസ് ഫ്രം കേരള. ഇപ്പോൾ ഇട്ടിട്ടുണ്ടോ ഓൺലൈനിലെന്ന് തോന്നുന്നു. അത്രയും പൈസയ്ക്ക് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് എംബ്രോയിഡറി ഞങ്ങളുടെ ഒരാളെ സർവ് ചെയ്യാൻ 3, 4, 5 പേര് വേണം. ഒറ്റയ്ക്ക് സർവ് ചെയ്യാനൊന്നും ഇപ്പം നിവർക്ക് തലേ കയറത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി എവിടുന്ന് വരുന്നു? നിങ്ങളിതൊന്നും മര്യാദയ്ക്ക് നിന്ന് കൊടുത്തില്ലെങ്കിൽ യു ലൂസ് മെനി ഓഫ് ദം. പലരും സർവൈവ് ചെയ്തില്ല. ചീമാറ്റിയുടെ തലപ്പത്ത് ബീന കണ്ണൻ വന്നതുകൊണ്ടാണ് സർവൈവ് ചെയ്തത്, ട്രൈ ചെയ്തത്. അതോ Joe's was not there from when I was only 20s. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം AC പാർത്താസ് എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. പിന്നെ കോമ്പറ്റീഷൻ വന്നു, നല്ലി കുമരനൊക്കെ വന്നു. ചാക്കോളാസും ഞാൻ വരുമ്പോൾ ഇല്ല. 88, 89 ഒക്കെ തന്നെ ചാക്കോളാസ് ഒരുമാതിരി ബ്രോഡ്വേ ഒക്കെ കഴിഞ്ഞു. ആൻഡ് നല്ലിയുടെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് റോഡിൽ നിന്നോ കാണത്തില്ലേ? നിങ്ങൾക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ നല്ലി എങ്ങനെയുണ്ട്? നല്ലി ഈസ് നോട്ട് ഫെയറിങ് എനി ഗുഡ്. Let her answer first. I will. പറ. Customer satisfaction. Is it? അതാണോ ആൻസർ? എൻ്റെ പൊന്നെ, നിങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുന്നേ ഞാൻ മലയാളികൾ എൻ്റെ അപ്പോൾ ഒന്നും പറയാനും വയ്യ, ഒന്നും പറയാതിരിക്കാനും വയ്യ. പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, ഒക്കെ ബുദ്ധിമുട്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു കസ്റ്റമർ എപ്പോഴോ വന്നു, ഒരു 2 ആഴ്ച മുന്നെയോ 1 മാസം മുന്നേ വന്നപ്പം വി വർ 10 of us മെയിൻ പീപ്പിൾ സർവിങ്. ആൻഡ് അയാൾക്ക് മാല വരെ ഞാൻ ബോംബെയിൽ നിന്ന് ഓൺലൈൻ കാണിച്ചു കൊടുത്ത് അവിടെ നിന്നുള്ള ആളിനെയൊക്കെ മുട്ടിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടിയ വടാപലഹാരം, സാരി, ഇരി, ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞു. ആ ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം വന്ന് പിന്നെ വരുന്നെന്ന് പറഞ്ഞു. പിന്നെ വരും. ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയല്ല. എൻ്റെ ടീം ഈസ് ട്രാവലിംഗ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. ഞങ്ങൾ ഓരോ ഗല്ലിയിലും ഓരോ ഗോഡൗണിലും താഴെയൊക്കെ നിൽക്കുക. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഡിസൈനറിൻ്റെ അടുത്ത്, ഞങ്ങളാരും അവിടെ ഇല്ല സാർ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇവിടെ വന്നിട്ട് അപ്പോൾ എന്നാ ഞങ്ങളാരും സീറ്റിലില്ല. അപ്പോൾ അങ്ങനെ അത്ര പിടിച്ചില്ല. അപ്പോൾ എല്ലാവരും എപ്പോഴും കാണാൻ പറ്റുമോ? അത് പിടിച്ചിട്ട് ഞാൻ പുറത്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാനുള്ള സാരി എന്തൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെയും വന്നു ഇവിടെ. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്? ഓക്കെ, പിന്നെയും വന്നും കഴിഞ്ഞിട്ട് അപ്പം
ബൈ മിസ്റ്റേക്ക് ഞങ്ങളൊക്കെ അപ്പോൾ അന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട്, വൈകിട്ട് 4 മണിക്ക് ഞാൻ ഉണ്ടിട്ട് തിരിച്ച് ഐ കുഡ് ഗോ ഫോർ 10 minutes. ഞാൻ ഇറങ്ങി ഇയാൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയി. എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത്ര ആൾ പുറപുറ പറഞ്ഞു പുറത്ത് പോയി, ഇപ്പോൾ ആൾ വരുന്നുണ്ട്, മാഡം ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആയ സ്ഥിതിക്ക് ഗസ്റ്റ് ആയിരുന്നു തലങ്ങും വിലങ്ങും, ബട്ട് ഐ വാസ് ഫ്രീ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ഐ വെൻറ്റ്. അപ്പോൾ കടയിൽ ചെന്നെല്ലാം വേണ്ടിയൊക്കെ പ്രത്യേകിച്ചൊന്നും വേണ്ട, എൻ്റെ ഗൗൺ തയ്ക്കാനുണ്ടായിരുന്നു, അത് കിട്ടണം, സാരി ഏതായാലും നോക്കണം, ഓൾ സെറ്റാണ് അവിടെ, ഗൗണൊക്കെ റെഡി ആവുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ 10 കൂട്ടി സദ്യ എന്നും പറ്റുമോ സർ എന്ന് ചോദിച്ചു. ഞാൻ എന്നും പറ്റിയെന്ന് വരില്ല, ഞങ്ങളൊക്കെ പലയിടത്തും കിടന്ന് ജോലി ചെയ്യുക, വിൽ ബി ടഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിക്ക് ഇറങ്ങിപ്പോയി. ഓക്കെ. അപ്പം ഒരു NRI ആയ ഒരാൾക്ക് ഒരു സംശയം, മാഡം എങ്ങനെ അങ്ങനെ പറയാം, മാഡം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പലഹാരമൊക്കെ വെച്ച് തന്നുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അത് ഞങ്ങൾ അയാൾ കാപ്പി കുടിച്ചില്ല അന്ന് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്ത് 10 കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെയാ, ഒരാൾ അവിയൽ, ഒരാൾ സാമ്പാർ, ഒരാൾ ചോറ്, ഒരാൾ പപ്പടം. ഞങ്ങളെല്ലാവരും കാണത്തില്ലല്ലോ ഒരു ദിവസം. ഇപ്പം ഇതേ 10 കുട്ടി സദ്യ നാളെ 11 മണിക്ക് ഇവിടെ നടന്നു എന്ന് വരില്ല. ആണേ, നിങ്ങൾക്ക് വേറെ തൊഴിലില്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ 10 പേര് പോയി എന്ന് വരാം, ക്യാമറയും കൊണ്ട് ഒരാൾ എങ്ങോട്ടോ, ഒരു എഡിറ്റർ അന്ന് ലീവ്, വേറൊരാൾക്ക് വീക്കിലി ഓഫ്, വരുമോ വരത്തില്ലയോ? അപ്പോൾ 10 കുട്ടി സദ്യ 4 പേര് 4 പെണ്ണുങ്ങളെ സീറ്റ് കാണുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അത് പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല. അത് പറഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നായി, 10 കുട്ടി സദ്യ എന്നെയാണ് പറഞ്ഞതേ, പറഞ്ഞു കൊടുത്തു, മനസ്സിലായി. മലയാളികളെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ വളരെ പാടാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ആസ് എ കസ്റ്റമർ വെരി അല്ല, ഒന്ന് അങ്ങനെ പറഞ്ഞാൽ കുറ്റം, ഇങ്ങനെ പറഞ്ഞാൽ കുറ്റം, കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, വന്നാൽ കുറ്റം, പോയാൽ കുറ്റം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ചിലർക്ക് സന്തോഷമാണ്, ഇപ്പം മിക്കവാറും എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ പെണ്ണുങ്ങളുടേതായ പ്രശ്നം എല്ലാം ഉണ്ട്. ഈഗോ, പ്രസ്റ്റീജ്, അവരെ വേ ഫ്രം വൈ ദേ ആർ ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. സൈക്കോളജി തൊട്ടെല്ലാം നമുക്ക് അവിടെ ആ പോയിന്റിൽ മനസ്സിലായില്ലേ നിൽക്കാൻ പറ്റത്തില്ല. ഒരു നേരെ ക്യൂറ്റിൽ നിന്ന് വന്ന് അന്ന് ലാൻഡ് ചെയ്ത് കാണും. ഇല്ല, ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്നാ, ഇയാൾ അപ്പുറയിൽ നിന്നാ, ഇയാൾ ഇപ്പുറം എന്നൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അപ്പം മറ്റ് 2 കപ്പിളോ, ഒരു സ്ത്രീ പറഞ്ഞു അല്ല ഇപ്പം ഇദ്ദേഹം ക്യൂറ്റിൽ നിന്ന് ഇന്നലെയാണ് വന്നത്. തീർന്നോ സംഗതി പൊളിഞ്ഞേ? അത്ര നേരെ വേണ്ടു. പിന്നെ ആരെ കണ്ടാൽ ഞാൻ പെട്ടെന്ന് ഗേജ് ചെയ്യും, NRI ആണോ അല്ലയോ, നിങ്ങൾ എന്തൊരു വേഷം കെട്ടിയിട്ട് വന്നാലും നമ്മൾക്ക് മനസ്സിലാവും. ടേസ്റ്റ് വേരീസ്, ആവശ്യം വേരീസ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാനായിട്ട് ചോദിക്കുന്നത് എനിക്ക്. ഐ ഡോണ്ട് മൈൻഡ് ഫ്രം വേർ എവർ യു ആർ കമ്മിങ്. സപ്പോസ് യു ആർ ബാംഗ്ലൂർ ബ്രെഡ്, യുവർ ടേസ്റ്റ് വിൽ ബി ഡിഫറെൻറ്റ്. സപ്പോസ് യു come from Tiruvalla, now living there, your taste is different. Even if you say you are from Tiruvalla, if you are from Canada, yet your taste is different. അപ്പോൾ അതെനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. മലയാളിയുടെ ഡ്രസ് സെൻസിനെ പറ്റി ആദ്യം പറഞ്ഞു. വിതിൻ ഡിസ്ട്രിക്ട്സ് ഇതിൽ ചേഞ്ച് വരുന്നുണ്ടോ ഈ ഡ്രസ് ടേസ്റ്റിൽ? യെസ്. എങ്ങനെയാണത്? ഹിന്ദുസിന് കുറച്ച് ബ്രൈറ്റർ ജെറി വേണം, ക്രിസ്ത്യൻസിന് കുറച്ച് സട്ടിൽ ജെറി മതി. യുനോ if you are conscious, you'll ask for what is new and what are the other colors available, other color jerries available എന്ന് ചോദിക്കാം. അങ്ങനെ പലതും അക്സെപ്റ്റ് ചെയ്യും നമ്മൾ കാണിക്കുമ്പോൾ. ചിലർ ഒരേ പിടിച്ചാൽ അവിടെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിട്ടിട്ട് ഒരു വളരെ കളറില്ലാത്ത ഒരു കുട്ടി, ഒരു വലിയൊരു കുട്ടി അതിൽ നടന്ന് 1 കൊല്ലം 2 കൊല്ലമൊക്കെ കാണും. ഒരു വലിയ സ്ക്വയർ ഡിസൈൻ ബ്ലൂ കളറിൽ ഉള്ളത് എടുത്തു കൊടുത്തു, അതാണ് എൻ്റെ മന്ത്രം ഓടിന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഒരു 3/4 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ കളി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് പറഞ്ഞു, വൈ ഡു വോണ്ട് ടു സ്റ്റിക്ക് ഓൺ ടു ബ്ലൂ, വൈ ഡോണ്ട് യു ഓൾസോ ലുക്ക് ഇൻ ടു അതർ കളേഴ്സ്. തീർന്നു. ഞാൻ പറഞ്ഞത് പരമ കുറ്റം. ബിക്കോസ് ദാറ്റ്സ് ഫാക്ട്. ബിക്കോസ് അത്രയും ഉള്ളൊരു കുട്ടിക്കും വളരെ നിറം കുറഞ്ഞൊരു കുട്ടിക്ക് ബ്ലൂവും വലിയ സ്ക്വയറുള്ള ഡിസൈനും വേണ്ട, ആവശ്യമില്ല. അതിനേക്കാൾ ഒരുപാട് നന്നായിരിക്കും ആ കുട്ടി വേറെ എന്തെങ്കിലും ഉടുത്താൽ. അതെങ്ങനെ മാഡം അങ്ങനെ പറയാം? ഞാൻ വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ ഏരിയയിൽ നിന്നങ്ങ് മാറി, അവരത് തന്നെ എടുത്തിട്ട് പോയി. ദാറ്റ്സ് ഓക്കെ. കരച്ചിലായി, പിഴിച്ചിലായി. പിന്നെ ഇപ്പം പിന്നെ ഗ്രൂംസ് ഇങ്ങനെ ആദ്യം ഇങ്ങനെ സപ്പോർട്ട് ചെല്ലുമല്ലോ. ഡൈവേഴ്സ് കേസസ് ആർ മോർ ദാൻ വെനെവർ ഇറ്റ് വാസ്. പിന്നെ അതൊക്കെ നമ്മളങ്ങ് മിണ്ടാതെ വായിച്ചാൽ മതി അന്നേരം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട രീതിക്ക് വെൻ സംബഡി ഇപ്പോൾ ഗാർമെൻറ്റ്സിൽ ഞങ്ങളുടെ കടയിലുള്ളവർ ഞങ്ങൾ പറയുന്നതായിരിക്കും ബെസ്റ്റ് ദാൻ എനി അതർ സ്റ്റൈലിസ്റ്റ് ഓർ മേക്കപ്പ് പേഴ്സൺ. ഞങ്ങൾ മേക്കപ്പ് പേഴ്സൻ്റെ അടുത്ത് ഞങ്ങൾ വരുന്നില്ലല്ലോ, മേക്കപ്പ് ചെയ്യാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ സ്റ്റാഫും ചോദിക്കുന്നില്ലല്ലോ. ഞങ്ങളിലുള്ള ആരാണെങ്കിലും വി നോ ഫാർ സുപ്പീരിയർ ദാൻ എനിബഡി ഓഫ് വാട്ട് വിൽ സൂട്ട് ദ ഗേൾ when and where, and we can give them the color option. അതിൽ നിന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് പറ്റും. അതല്ലാണ്ട് സ്റ്റൈലിസ്റ്റ് പറയുന്നതേ കേൾക്കും, മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നതേ കേൾക്കും ഓവർ ദ ഫോൺ എന്ന് പറഞ്ഞാൽ
we will be caught in between. ഞങ്ങൾക്ക് നല്ല ഒരെണ്ണം കൊടുക്കാൻ പറ്റത്തില്ല, ഇവർക്ക് ചേരുന്ന കൊടുക്കാൻ പറ്റത്തില്ല, ഇവർക്ക് വേണ്ടാത്തൊരു ഡിസൈൻ ആയിരിക്കും എടുത്ത് വെച്ചിരിക്കുന്നത്. ദാറ്റ് വിച്ച് വി ഹാവ് ടു എഗ്രി. ഫൈനലി ദേ ആർ അറ്റ് എ ലൂസിങ് പോയിന്റ്. ഞങ്ങൾ പറയുന്നത് കേട്ട് പോയാൽ വിൻ വിൻ ആയിരിക്കും. മാം, ഇതിനകത്ത് സാരീസിൽ നല്ല ഒരു ടോട്ടൽ ഡിസൈൻ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് കാഞ്ചീപുരം അതിലൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു ഓവർഹോൾ സംഭവം ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ. പണ്ട് സാരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിൾ കാഞ്ചീപുരം ആണെങ്കിലും we didn't have that much amount of varieties and variations, but you brought in a lot of change in that. You completely changed everything. So how did you come about that? How do section sari? Because India is known for sarees. So. Last line, who is not for sarees? India is known for. India is not for sarees. Known for sarees. Known for sarees. I heard India is not for sarees. No, known for sarees. അല്ല, സി അതിലൊരു ചെറുക്കനെ ഞാൻ ഹണിമൂണിന് വെച്ച് അയച്ചു. അയാൾ കല്യാണം കഴിച്ച ഉടനെ എൻ്റെ ചിലവിൽ അയാൾ ഹണിമൂണിന് വെച്ച് അയച്ചു. അതാണ് എൻ്റെ ഏറ്റവും അറ്റം. ഒരു ചെറുക്കനെ പാക്ക് ചെയ്ത് കല്യാണം കഴിച്ചതിന് പൊന്നു പോകാൻ ഹണിമൂണിന് വെക്കോ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പൈസ ഒക്കെ കൊടുത്ത് ടാറ്റ ബേബി പറഞ്ഞ് വിട്ട്. ഹിസ് ഫാദർ വാസ് വർക്കിംഗ് ഫോർ us ആൻഡ് this is a new addition to the family ആയിരുന്നു. അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു സാർ ഡിഫറെൻറ്റ് ഇടാമെന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ സെറ്റ് അയച്ച് മൾട്ടി കളർഡ് വെർട്ടിക്കൽ സെറ്റ് ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ മൾട്ടി കളറാ വെർട്ടിക്കലാ പോകും കട്ടായ്മ എന്ന് പറഞ്ഞ അങ്ങേര് ശരി ആഡ് കൊടുത്തു. നല്ല രസമായിട്ട് വിൽക്കാൻ തുടങ്ങി. ദ കൗണ്ടർ സ്റ്റാർട്ടഡ് ടു സേ വിനമ്മ വിൽക്കുന്നുണ്ട്. then I wanted him to make more, which he did for a while. പിന്നെ ഈ ചെറുക്കൻ വന്നപ്പോഴത്തേക്ക് തീർന്നു. ലൂം കൺട്രോൾ പിന്നെയും ചെറുക്കൻ്റെ. ഇപ്പം ഞാനൊരു 8 കൊല്ലമായിട്ട് അങ്ങനെ എടുത്ത് ചോദിച്ചാൽ പോലും ചിലപ്പോൾ കിട്ടത്തില്ല. ഇപ്പം പിന്നെ ടേസ്റ്റ് മാറി ഒന്നൊന്ന് മാറ്റി വിട്ട് കഴിഞ്ഞ് പിന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓരോരുത്തർക്കും ഓരോ രീതി വർക്കിങ്ങാണ്. അതനുസരിച്ച് അവരുടെ അടുത്ത് പ്ലേ ചെയ്യണം. ഒരു സെയിൽസ്മാൻ പോയി നിന്നാലും അങ്ങനെ 54,000 രൂപ ഒരു സാരിക്ക് വന്നപ്പോഴത്തേക്ക് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു സെയിൽസ്മാൻ ഇരുന്നു. അയാളൊരു നാട്ടുപുറത്തുകാരനാണ്. അയാൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് വെച്ചു. അപ്പോൾ തന്നെ അങ്ങനെ ഇങ്ങനെ ഇൻഡു വിട്ടു. സോ യു കനോട്ട് റിയാക്ട് ലൈക്ക് ദാറ്റ്. വെദർ യു ബൈ ഓർ നോട്ട്, ഹി ഈസ് നോട്ട് ഗോയിങ് ടു കമ്പൽ യു. സോ ഇതൊക്കെ നമ്മൾ പഠിച്ച് വേറൊരു വീവർ ഇപ്പോൾ ഇന്ന് സീനിലേ ഇല്ല. അവരുടെ മക്കൾ പുറത്തുനിന്ന് വന്നു, പുറത്തെ സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു, വീവേഴ്സിനെയൊക്കെ ലൈനിലാക്കി, അങ്ങനെയൊക്കെ ആക്കി വന്നപ്പോഴത്തേക്ക് വീവേഴ്സൊക്കെ പോയി. ഓക്കെ, എല്ലാം കൂടെ തീർന്നോ? അത് കഴിഞ്ഞ് ഇപ്പം വേറെ പവർലൂം എന്ന് പറഞ്ഞാൽ 2-4 സാരി പ്രൊഡ്യൂസ് ചെയ്താൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ആൾ വേറെ രീതിയിൽ പോവുക. അപ്പോൾ ഇയാൾ ഭയങ്കര വാചകം അടിക്കും. എൻ്റെ അടുത്ത് ജനിച്ചപ്പോൾ എങ്ങനെ വാചകം അടിച്ചു അതേ വാചകം എപ്പോഴും അടിക്കുന്നത്. Like when I was young, yes, you can beat me with your tongue, but not always ever. അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് നമ്മൾ സാറൊന്ന് കൈവെക്കാം. എത്ര കൊല്ലമായി ഒന്നൊന്ന് കൈവെച്ച് ഞാൻ എത്ര നാൾ പറയുന്നു സെൽഫ് ത്രെഡ് റെക്കോർഡ് വിത്ത് ലിറ്റിൽ ഹൈലൈറ്റ് ഒക്കെ നോക്കാം. ഐ ക്യാൻ ഗിവ് ദം 1000 ഐഡിയാസ് അറ്റ് എ മൊമെൻറ്റ്. അതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്നെ തിരിച്ച് വിളിച്ചു. ദീപാവലിക്ക് ഞാൻ വിളിച്ചു. ഹാപ്പി ദീപാവലി സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനൊന്ന് കൈവച്ചിട്ടുണ്ട്. ഐ ഷോ യു നെക്സ്റ്റ് ടൈം വെൻ യു കം. ഇനി എത്ര ഉണ്ടെന്നുള്ളത് പോയിട്ട് അറിയാനൊക്കത്തുള്ളൂ. അതൊന്നും പറഞ്ഞ് വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ. സോ they play tricks with you differently for different reasons at different times. നിൻ്റെ പാർസൽ കയറ്റി വിട്ടു വന്നിട്ടില്ല, അത് ട്രിവാൻഡ്രത്ത് പോയി. ഇതൊക്കെ ഞാനിവിടെ നാളെ വിടും പാർസൽ എടുക്കാൻ. എന്നാൽ പോലും എന്നെ വെട്ടിക്കും പുള്ളി. പെർ വീക്ക് പ്രൊഡക്ഷൻ എനിക്ക് ഞാൻ ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ പോലും വെട്ടിക്കും. അതിന് കഥയും പറയും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും അറിയാതെയും ഞാൻ ആദ്യം അങ്ങേർക്ക് ഞാൻ ചെക്സ് എൻ്റെ 8 മാസം കഴിഞ്ഞ് ഞാൻ ബ്രിങ്ങിങ് ഔട്ട് ചെക്സ്. സോ നൗ യു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ചെക്സ് എന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറഞ്ഞു. 5-10 ചെയ്ത് അയൽവായുടെ ഫാമിലിയും കൊടുത്ത് അടുത്ത മദ്രാസിലെ വേറൊരാൾക്ക് കൊടുത്ത് സ്റ്റേജിൽ വിട്ടു. ഞാൻ കണ്ടു. ഒന്നും മിണ്ടിയില്ല. ചോദിച്ചാൽ അയാൾ പറയും ചെക്സ് ഇസ് യൂണിവേഴ്സൽ. ആ മൊമെൻറ്റിൽ അതോടെ വരേണ്ട കാര്യമില്ല, ഞാനാ പറഞ്ഞിരുന്നത്. അപ്പോൾ കയറി യൂണിവേഴ്സൽ ആയാലും എന്ത് ചെയ്യും? ശരി വരിക, മിണ്ടാതിരിക്കാനേ പറ്റൂ. അപ്പോൾ കണ്ടും അറിഞ്ഞും കേട്ടും കേൾക്കാതെയും അറിഞ്ഞും അറിയാതെയും ബട്ട് സ്റ്റിൽ യു കീപ് ടൈസ് വിത്ത് ദം. അങ്ങനെയൊക്കെയാണ് കച്ചവടം. നമ്മൾ പറയുന്ന നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അവർ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടേതായിട്ട് അങ്ങനെ നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്തിട്ട് വീട്ടിൽ ഇരിക്കും. ന്യൂസ് നിങ്ങളുടെ മാത്രമാണോ? ന്യൂസ് നിങ്ങളുടെ മാത്രമല്ലല്ലോ.
ന്യൂസ് ഇസ് എവറിബഡീസ് ന്യൂസ്. അതേമാതിരി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുന്തം തന്നെ ഉണ്ട്. നിങ്ങൾ ആരും പറയാത്ത ഞാൻ ഓൺലൈനിൽ നിന്ന് രാത്രി കേട്ടിട്ട് രാവിലെ എനിക്ക് സിൻസ് ഐ നോ രാത്രി ഞാൻ കേൾക്കുന്നതുകൊണ്ട് എനിക്കറിയാം രാവിലത്തെ നിങ്ങൾ പറയാത്ത പലതും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ, യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്തോരം ആൻഡ് വിച്ച് വുഡ് ഹാവ് നെവർ ബീൻ ടച്ച്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ. യു വിൽ നോ ദ ജിസ്റ്റ് ആൻഡ് എല്ലാം തന്നെ മനസ്സിലാവും. സോ എക്സ്ക്ലൂസീവ് ഇല്ല ഇപ്പം ഞാൻ തന്നെ ഇവിടുത്തെ വാട്ടർ ഫ്രണ്ടിൽ ഒരു കട വന്നു പോയി. അപ്പോൾ ആ കടയിൽ ഞാൻ കൊടുത്ത ഡിസൈൻ 25 കൊല്ലം മുമ്പ് ഞാൻ കൊടുത്ത ഡിസൈൻ ഞാനൊരു സാരിയെ വിറ്റ് കാണുള്ളൂ. ആ കടയുടെ ഓപ്പണിങ്ങിന് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു സാർ, അല്ല ഞാൻ കൊടുത്തില്ല. ഏത് അങ്ങനെ ഒരു സാരിയെ ലോകത്തില്ല, ഞാനാ പറഞ്ഞു കൊടുത്ത ഡിസൈനാണ്. അപ്പോൾ അതവിടെ കിടപ്പുണ്ട്, അവർ കൊടുക്കും. എൻ്റെ ഉരുണ്ട് കളിക്കും. അന്നേരം കൂടെ കിടന്ന് ഉരുളാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീവേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഡിസൈൻ പഴയ ഡിസൈൻസ് ഈവൻ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിലും ഒത്തിരി ഇത് ചേന്ദമംഗലം, പലരാമപുരം അവിടെ ഒക്കെ ആണെങ്കിലും വീവേഴ്സ് ആ ട്രഡീഷൻ പഴയ ആ സ്റ്റൈല് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവരുടെ ഒരു ആക്ച്വലി ഡിക്ലൈനിങ് എന്ന് പറയുന്നത്. അവർക്കൊരു മാർക്കറ്റ് ഒന്നും കിട്ടുന്നില്ല. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ലൈക്ക് ദേ ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്. ആ ഒരു ഡിസൈനിൽ മാറാൻ അവർക്ക് പറ്റാത്ത എന്തുകൊണ്ടാണ്? 1980 ഞാൻ ആദ്യം തുടങ്ങിയത് കേരള വെച്ചിട്ടാണ് തുടങ്ങിയത് ടു വർക്ക് വിത്ത്, ബിക്കോസ് ഐ വാസ് ടു കൂത്താമ്പള്ളി, ബാലരാമപുരം ആൻഡ് എവ്രിവെയർ അറ്റ് ദാറ്റ് ടൈം. ഇവരുടെ അടുത്ത് അന്ന് ഞാൻ എന്ത് ചേഞ്ച് പറഞ്ഞാലും 3 കൊല്ലവും 5 കൊല്ലവും അവർക്ക് കൊടുത്തു. ഒരു നൂലഴയുടെ പോലും വ്യത്യാസം അവർ കൊണ്ടുവരത്തില്ല. പിന്നെ വാട്ട്സ് എ ബിഗ് ഫൺ ബീയിങ് വിത്ത് ദം, ആസ്കിങ് ദം ഫോർ എ ഡിസൈൻ ചേഞ്ച്. അവരെന്ത് ചെയ്യുമോ അത് ചെയ്യത്തുള്ളൂ. നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ സ്ഥലം ഞാൻ ഐ എം നോട്ട് റിപ്പീറ്റിങ് ഇറ്റ്. ക്വാളിറ്റി തോർത്ത് പോലെയാണ് ഇരിക്കുന്നത്. ചുമ്മാ ഒരു പേര് കിട്ടുമ്പോൾ അതേ പിടിച്ചങ്ങ് തൂങ്ങിയാൽ മാത്രം മതിയോ? ക്വാളിറ്റി തോർത്ത് പോലെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഹൗ കം യു വോണ്ട് പീപ്പിൾ ടു വർക്ക് വിത്ത് ഇറ്റ്? വല്ലവരും ചെയ്തു, വല്ലവരും ഒരു മൂല കടന്ന് ആരെങ്കിലും എടുത്ത് വലിയ ആർട്ടാണെന്നൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ ആർട്ട് അത് കൊള്ളാം, പക്ഷേ നോട്ട് ഫോർ റെഗുലർ ലൈഫ്. പറ്റില്ല, തൊടാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ പറഞ്ഞ സ്ഥലം ദേ ആർ ഡൂയിങ് ഓൾ ദി പ്യുവർ ജെറി ആണെന്നൊക്കെ പറയും. ലിമിറ്റഡ് പ്രൊഡക്ഷനേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ സ്ഥലം അത് ദേ ഗെറ്റ്സ് ഗുഡ്സ് ഫ്രം അതർ സ്റ്റേറ്റ് വേർ പവർലൂം വെച്ചുള്ള സാധനമൊക്കെ എടുത്തുന്ന ആണ് അവിടെ വരുന്നത്. അത് നോട്ട് മാനുഫാക്ചർഡ് ഹിയർ, ഇറ്റ്സ് മാനുഫാക്ചർഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൽ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്ത് നന്നായിട്ട് കഴിക്കുകയോ കുടിക്കുകയോ വളവിടുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും വണ്ടിക്ക് ടയർ ഇടുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഉള്ള മെഡിക്കൽ പൂട്ടാനല്ലേ പറ്റിയിട്ടുള്ളൂ അല്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? വിറ്റമിൻ എ പ്ലാന്റ്, ആൻറ്റിബയോട്ടിക് പ്ലാന്റ് എല്ലാവരും പൂട്ടി താക്കോലല്ലേ കളഞ്ഞേക്കുന്നത്. പ്രബുദ്ധരായ മലയാളികൾ കേരളത്തിൽ മാത്രമൊന്നും അല്ല, പുറത്തോട്ട് പോയാൽ നമ്മൾ വളരെ പ്രബുദ്ധരാണ്. വളരെ എന്ന് വെച്ചാൽ ഏത് മലയാളി എവിടെ പോയി ഇറങ്ങിയാലും ചന്ദ്രമണ്ഡലത്തിലുള്ള മലയാളി ആണെങ്കിൽ പോലും അവർ വണ്ടി എടുത്ത് 3 ദിവസം ലീവ് എടുത്ത് അവരെ കൂടെ നടന്ന് അവർക്ക് ഇറച്ചിലത്തെ മീൻ വെച്ച് കൊടുത്ത് ഷോപ്പിങ്ങിന് കൊണ്ടുപോയി എല്ലാം ചെയ്തു തരും. ചിലപ്പോൾ ആരും ആയിരിക്കത്തില്ല, അടുത്ത വീട്ടിലെ ആളാണെങ്കിൽ പോലും ചെയ്യും. പക്ഷേ ഇവിടെയോ